തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. വയോധികയെ കൊലപ്പെടുത്തിയത് കഴുത്തു ഞെരിച്ച്. കുറ്റം സംബന്ധിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. കഴിഞ്ഞ ദിവസമാണ് വെള്ളുമണ്ണടി കൂട്ടുമുഖം സ്വദേശി 79 വയസ്സുള്ള സീതമ്മയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ വീട്ടിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് വയോധികയെ മരിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് തൊഴിലാളികൾ അറിയിച്ചതിന് പിന്നാലെ പോലീസെത്തി നടത്തിയ പരിശോധനയിൽ വീടിന്റെ പുറകുവശത്തെ വാതിലിന്റെ പൂട്ട് ഇളകിയ നിലയിലായിരുന്നു. കൂടാതെ മൃതദേഹത്തിനരികിൽ നിന്നും ഒരു മൊബൈൽ ഫോണും ചെരുപ്പും ലഭിച്ചതിനെ തുടർന്ന് പോലീസും വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും നടത്തിയ പരിശോധനയിൽ കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു. വന്ന് വരാമെന്ന് വിളിച്ചപ്പോഴത്തേക്ക് അവർ വിളി കേട്ടില്ല. അല്പനേരം പടി കയറ്റി ഞാൻ അങ്ങ് താഴത്തെ വീടിൻ്റെ അങ്ങോട്ടേക്ക് ചെന്ന് അവിടെ ചെന്നിട്ട് വീണ്ടും വരെ വിളിച്ചിട്ടാണ് ഞാൻ വീണ്ടും അങ്ങ് താപ്പറേക്ക് പോകുന്നത്. പോയിട്ട് തിരിച്ചും കയറി ഇവിടെ അവരെ വിളിച്ചപ്പോഴത്തേക്ക് വിളി കേൾക്കുന്നില്ല. അങ്ങനെ കഥവ് അല്പസ്വപ്പം തുറന്ന് ഇരിപ്പുണ്ട്. ആ കഥകൾ ഞാൻ തട്ടി തുറന്നിട്ട് അകത്തിട്ട് നോക്കിയപ്പോൾ കാര്യം അവർ മരിച്ചവരെ കണ്ടു. ഞാൻ താഴത്തെ ആൾക്കാരെയൊക്കെ വിളിച്ച് കയറ്റി ഞാൻ നോക്കിയപ്പോൾ നാക്കെ തള്ളിപ്പിട്ട് വെച്ചിട്ട്. ഫോൺ ഉടമയായ യുവാവിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോത്തങ്കോട് ശ്രീനാരായണപുരം സ്വദേശിയായ 27-കാരൻ ജിത്തുവിലേക്ക് പോലീസ് എത്തിയത്. പ്രതി വയോധികയെ കഴുത്ത് നെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് പറയുന്നു. നേരത്തെയും പല ദിവസങ്ങളിൽ പ്രതി സീതമ്മയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നു. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയുടെ ബന്ധുവീട്ടിൽ നടത്തിയ പരിശോധനയിൽ അവിടെ മുറിക്കുള്ളിൽ ഉറങ്ങുകയായിരുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കുറ്റം സംബന്ധിച്ച പ്രതി ജിത്തുവിന്റെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ കൊലപാതക കാരണമെന്തെന്ന് വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.